ധന്യേ മാതാവേ നിന്നോടുള്ളൻ പാൽ പാപത്തിൻ പാരം നാഥൻ നീക്കട്ടെ. ന്യായ തീർപ്പിങ്കൽ പായിക്കാതമ്മേ പ്രാർത്ഥിക്കേണം നീ നിൻ പുത്രൻ മുമ്പിൽ. നിന്യാജിപ്പെന്നും ഞങ്ങൾ കാലംബം ഹല്ലേലൂയ ഹല്ലേലൂയ. നിന്യാജിപ്പെന്നും ഞങ്ങൾ കാലംബം. ദൈവമേ
നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവരുടെ മറുത്തു നിൽക്കുന്നു. നിങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് കൊന്നവനായ പുണ്യവാന്റെ വരവിനെ കുറിച്ച് മുൻകൂട്ടി അറിയിച്ചതായ ദീർഘദർശിമാരെല്ലാരെയാണ് നിങ്ങളുടെ പിതാക്കന്മാർ വല്ലാതെയോ പീഡിപ്പിക്കാതെ ഇരുന്നിട്ടുള്ളത്. മാലാകമാരുടെ കൽപ്പന പ്രകാരം നിങ്ങൾക്ക് ന്യായപ്രമാണം ലഭിച്ചു, എന്നാലോ നിങ്ങളത് ആചരിച്ചില്ല. അമീനാബിബായി പാർക്കുമോ. നാശത്തിലേക്ക് നടത്തുന്ന പിന്മാറ്റത്തിനുള്ള ഉള്ളവരല്ല, പിന്നെയോ പരീക്ഷയും ഉണ്ടാക്കി തരുന്ന വിശ്വാസത്തിനുള്ളവരാണ്. വിശ്വാസം എന്നത് ആശിക്കുന്ന കാര്യങ്ങളുടെ പ്രവൃത്തി രൂപത്തിലുള്ള ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. അതുമൂലം തന്നെയാണ് പൂർവികന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ദൈവവചനത്താലോ സൃഷ്ടിക്കപ്പെട്ടു എന്നും ദൃശ്യമായ അദൃശ്യമായവരിൽ നിന്ന് ഉണ്ടായെന്ന് നാം തിരിച്ചറിയുന്നത് വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ ഹാബേൽ കായേനേക്കാൾ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് അർപ്പിച്ചു. അത് നിമിത്തം നീതിമാനാണെന്ന് അവനെ കുറിച്ച് സാക്ഷ്യമുണ്ടായി. ദൈവം അവന്റെ കാഴ്ചയെ കുറിച്ച് സാക്ഷ്യം നൽകുകയും ചെയ്തു. അവൻ മരിച്ചിട്ടും ഇപ്പോഴും സംസാരിക്കുന്നു. വിശ്വാസം മൂലം ആരോഗ്യമരണം ആസ്വദിക്കാതെ എടുക്കപ്പെട്ടു. ദൈവത്താൽ അവൻ എടുക്കപ്പെടുകയാൽ അപ്രത്യക്ഷനായി തീർന്നു. എടുക്കപ്പെടുന്നതിന് മുമ്പ് അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവനെ കുറിച്ച് സാക്ഷ്യമുണ്ടായി. വിശ്വാസം കൂടാതെ ഒരുത്തനും ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നതല്ല. ദൈവത്തെ സമീപിക്കുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് താൻ പ്രതിഫലം കൊടുക്കുന്നവനാണെന്നും വിശ്വസിക്കേണ്ടതാണ്. വിശ്വാസം മൂലമായി തന്നെ അപ്രത്യക്ഷ വിഷയങ്ങളെ കുറിച്ച് തന്നോട് സംസാരിച്ചപ്പോൾ നോഹ ഭയപ്പെടുകയും സ്വന്തം കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടമുണ്ടാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ അവൻ ലോകത്തെ കുറ്റപ്പെടുത്തുകയും വിശ്വാസ നീതിയുടെ അവകാശിയായി തീരുകയും ചെയ്തു. അമീനായി പറക്കുമോ. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ നാം കേൾക്കണോ. Bensuat kaya lo, desfasa bensulto
അക്കാലത്ത് ഒരു ദിവസം യേശു തമ്പുരാൻ പ്രാർത്ഥിപ്പാനായി ഒരു മലയിലേക്ക് പോയി. ദൈവത്തോടുള്ള പ്രാർത്ഥന കൊണ്ട് ആ രാത്രി അവിടെ കഴിച്ചുകൂട്ടി. നേരം വെളുത്തപ്പോൾ അവൻ തന്റെ ശിഷ്യന്മാരെ വിളിച്ച് അവരിൽ 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് സ്നേഹിന്മാർ എന്ന പേര് കൊടുത്തു. ആയവർ പത്രോസ് എന്ന് അവനാൽ പേർ വിളിക്കപ്പെട്ട ശിമോനും അവന്റെ സഹോദരൻ അന്ത്രയോസും യാക്കോബും യൂഹാനോനും ഫിലിപ്പോസും ബർത്തുൽമായും മത്തായിയും തോമായും അൽഫായുടെ പുത്രനായ യാക്കോബും വൈരാഗ്യക്കാരൻ എന്ന് വിളിക്കപ്പെടുന്ന ശിമോനും യാക്കോബിന്റെ പുത്രൻ യഹൂദായും ഒറ്റുകാരനായി തീർന്ന യഹൂദാസ്കറിയോത്തായുമായിരുന്നു. യേശു തമ്പുരാൻ അവരോടുകൂടി ഇറങ്ങി ഒരു ഭൂമിയിൽ ചെന്നു നിന്നു. തന്റെ ശിഷ്യന്മാരുടെ വലിയൊരു കൂട്ടവും അവന്റെ വചനം കേൾപ്പാനും തങ്ങൾക്ക് രോഗശാന്തി ലഭിക്കാനുമായി യഹൂദിയിൽ എല്ലായിടത്തു നിന്നും യെരൂശലേമിൽ നിന്നും സൂറിന്റെയും സൈദോന്റെയും കടൽ തീരങ്ങളിൽ നിന്നുമായി വന്നു ചേർന്ന വലിയ ഒരു ജനക്കൂട്ടവും അവിടെ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളാൽ പീഡിക്കപ്പെട്ടിരുന്നവരും സ്വസ്ഥരായിക്കൊണ്ടിരുന്നു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തി വന്നതുകൊണ്ട് പുരുഷാരം മുഴുവനും അവനെ തൊടുവാനായി തിരക്കിക്കൊണ്ടിരുന്നു. അനന്തരം അവൻ ദൃഷ്ടി ഉയർത്തി തന്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു: ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ ദൈവരാജ്യം നിങ്ങൾക്കുള്ളതാകുന്നു. ഇപ്പോൾ വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ നിങ്ങൾ തൃപ്തരാകും. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ നിങ്ങൾ ചിരിക്കും. മനുഷ്യപുത്രന് വേണ്ടി മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും ബഹിഷ്കരിക്കുകയും നിന്ദിക്കുകയും ദുഷ്ടന്മാരെന്ന പോലെ അപകീർത്തിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ ദിവസത്തിൽ നിങ്ങൾ ആനന്ദിച്ച് ഉല്ലസിപ്പിൻ. എന്തെന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കുള്ള പ്രതിഫലം വർദ്ധിച്ചിരിക്കുന്നു. അവരുടെ പിതാക്കന്മാരും ദീർഘദർശിമാരോട് ഇപ്രകാരം തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. നാം എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. സ്തോത്രവും പ്രഭയും പുകഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കടങ്ങൾ മോചിക്കുന്നവനും പാപങ്ങൾ ക്ഷമിക്കുന്നവനും അശുദ്ധരെ ശുദ്ധീകരിക്കുന്നവനും അനുതാപികളെ സ്വീകരിക്കുന്നവനും പാപികളുടെ മാനസാന്തരത്തിൽ സന്തോഷിക്കുന്നവനും തെറ്റുകാരുടെ രക്ഷയ്ക്കായി വാഞ്ചയോടെ ഇരിക്കുന്നവനും വിളിപ്പിൻ ഞാൻ ഉത്തരം നൽകാം, മുട്ടുവിൻ ഞാൻ തുറന്നു തരാം. എന്റെ കൈ നിങ്ങൾക്ക് നീട്ടിത്തന്ന് നിങ്ങളുടെ പാപങ്ങളും ദോഷത്വങ്ങളും ക്ഷമിക്കുകയും ചെയ്യാമെന്ന് അരുളി ചെയ്തവനുമായ സ്വീകാര്യ കുർബാനയായ കർത്താവിന് ദൈവികമായി സ്വത്രയാഗം അടിയങ്ങൾ സമർപ്പിക്കുന്നതായി സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഉടയവനെ അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാന
സ്വതഹായ കാരണവാനായ കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പാകെയും ഈ വന്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കം വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. പാപരിഹാരങ്ങളും വെളിപ്പാക്കുന്നവനും ഞങ്ങളുടെ ഹൃദയങ്ങളെ ക്ഷമിച്ച തുടച്ചു നീക്കി മായിച്ച് അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവം തമ്പുരാനെയും സ്നേഹസമ്പൂർണമായ നിന്റെ കാരുണ്യത്താൽ എന്റെ നാഥ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകല ജനങ്ങളുടെയും പാപങ്ങളെ നീ മായിച്ച് ഉത്തമനായുള്ളവേ ദയവ് തോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ യാത്രയാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. എന്റെ നാഥ, നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധി മാത്രമുള്ള നിന്റെ സഭയുടെ പ്രജകളായ സകല പരേതരുടെയും ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ശരീരാത്മാദേഹികൾക്ക് നീ ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും മാതൃതയുമാകുന്ന പരിമഞ്ഞിനെ കളിക്കണമേ. കർത്താവും ആദത്തിന് ആദരമായ വിഷയാദം വരാനെ ഞങ്ങൾക്കും അവർക്കും നീ വിമോചനവുമായിരിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്ന് ചേരണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവം തമ്പുരാനെ, നിന്റെ കാരുണ്യത്താൽ സകല കാഠിന്യമേറിയ ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് തടുത്തു മാറ്റിക്കളയണമേ. കർത്താവേ, അരിശത്തിന്റെ വഴികളെ ഞങ്ങളിൽ നിന്ന് ദയാപൂർവം നിരോധിക്കണമേ. സമാധാനപ്രിയന്മാരായ ആളുകൾക്കായുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ. നിനക്കായി ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രസാദകരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്ക് നീ സൗജന്യമായി നൽകണമേ. നല്ലൊരു അവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഓശോ വബുകുലസ്ബ വിശുദ്ധ സഭയിൽ കൂദാശയായി അനുഷ്ഠിക്കപ്പെട്ട ജനത്തിന് ആഹാരമായി നൽകപ്പെട്ട മോഹിനീയ മുന്തിരിക്കുലയായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ജീവന്റെ അപ്പവും രക്ഷയുടെയും അനുഗ്രഹത്തിന്റെയും കാസായമായുള്ളവേ, ഈ സ്തോത്രബലി അനുഷ്ഠിക്കപ്പെടുന്ന സംഭ്രമജനകമായ സമയത്ത് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി നീ ബലിയർപ്പിക്കപ്പെടുകയും കബറടക്കപ്പെടുകയും മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുനരുത്ഥാനം ചെയ്ത് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിലും ഞങ്ങളുടെ ഇടയിലും നീ സ്ഥിതി ചെയ്ത് ഞങ്ങളെ എല്ലാവരെയും വെടിപ്പും വിശുദ്ധിയുള്ളവരുമാക്കി തീർക്കണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, വന്യങ്ങളായ നിന്റെ കഷ്ടാനുഭവങ്ങളുടെയും ജീവദായകമായ നിന്റെ പുനരുത്ഥാനത്തിന്റെയും സ്മരണയേറി ഞങ്ങൾ നിർവഹിക്കുന്ന ഈ ഭയങ്കരമായ സമയത്ത് വെടിപ്പോടും
മനോധൈര്യത്തോടും കൂടെ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന്റെ മുമ്പാകെ നിൽക്കുവാനും ഞങ്ങളുടെ കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും സത്യവിശ്വാസത്തോടെ നിന്റെ പ്രത്യാശയും മുൻകൂട്ടി പ്രാപിച്ച ഞങ്ങളുടെ വിശ്വാസികളായ വാങ്ങിപ്പോയവരുടെ നല്ല ഓർമ്മയ്ക്കും വേണ്ടി രക്താർപ്പിതമല്ലാത്ത ഈ ബലി നിനക്കണയ്ക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് വാഴ്ത്തപ്പെട്ടവനായ നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ വബുലസ്പ കർത്താവിന്റെ ശുശ്രൂഷകൾക്കൊടുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുവാനാകട്ടെ. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലവണ്ണം നിന്ന് ബഹുമാനപ്പെട്ട ഈ വന്യപിതാവിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധ റൂഹായിൽ നിന്നും ദൈവമാതാവായ വിശുദ്ധ കന്യമറിയാമിൽ നിന്നും ശരീരയായി തീർന്ന് മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടതയിൽ വെച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലത്ത് ഭാഗത്തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശു മിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ദിവ്യന്മാരും ശ്ലീഹന്മാരും മുഖാന്തരം സംസാരിച്ചവരുമായ ജീവനും പരിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും ശ്ലൈഹികവുമായ ഏകവിശുദ്ധ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു.
സകലത്തിന്റെയും ദൈവവും നാഥനുമായുള്ളവേ, ഞങ്ങൾ അയോഗ്യരായിരിക്കെ നിഷ്കപടമായ സ്നേഹബന്ധത്താൽ സംയോജിച്ചുകൊണ്ട് പരിശുദ്ധമായ ദിവ്യാലിംഗനത്താൽ പരസ്പരം സമാധാനം നൽകുവാൻ തക്കവണ്ണം ഈ രക്ഷയ്ക്ക് നീ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പുത്രനും സകലത്തിനും പരിശുദ്ധനുമൊത്തവനും വന്ദനം ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവരുമായ നിന്റെ റൂഹായിക്കും സ്വയം സ്തോത്രവും കരയേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോശോ അബു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ സ്നേഹം മൂലം പരിശുദ്ധ ദിവ്യമായ ശമനത്താൽ ഓരോരുത്തരും അവന്റെ അടുത്തവരെ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. അന്യോന്യം ശോഭനത്തിൻ കർത്താവിൻ സ്നേഹമോദങ്ങൾ വാസം ചെയ്തിടട്ടെന്നും തമ്മിൽ ചുംബിക്കണം നാം. തൽസ്വരമോയും ശരീരമോയും നമ്മെ കാക്കട്ടെന്നാലും. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധയുമായി സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിനും ഭാഗ്യനാം തലവനിക്കും. ഉയരത്തിൽ വസിക്കുകയും വലിയ കാര്യങ്ങളിൽ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവനും താൻ മാത്രം കാരണവാനുമായിരിക്കുന്ന കർത്താവേ, തിരുമുമ്പാകെ തലകുനിച്ചിരിക്കുന്നവർക്ക് നിന്റെ അനുഗ്രഹങ്ങൾ അയച്ചു കൊടുത്ത് നിന്റെ കൃപയാൽ അവരെ അനുഗ്രഹിക്കുമാറാകണമേ. അവനോടുകൂടെയും സകലത്തിലും വിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോട് ഒന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടുകൂടെയും നിനക്ക് സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഓശോ
പിതാവാം ദൈവമേ, രക്തരഹിതമായി ബലിയനുഷ്ഠാനത്തെ നീ നിരസിക്കരുത്. എന്തെന്നാൽ നിന്റെ കരുണയിലാകുന്നു ഞങ്ങളുടെ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത്. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ടതായ ഈ രഹസ്യം ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കിടയാകാതെ ഞങ്ങളുടെ പാപപരിഹാരത്തിനും നിന്നോടും നിന്റെ ഏകപുത്രനോടും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും ജീവൻ നൽകുന്നവനും സാരാംശത്തിൽ നിന്നോട് ഒന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായോടും എന്നേക്കും ഞങ്ങളുടെ നന്ദി പ്രകടനത്തിനും പര്യാപ്തമായി തീരുമാറാകണമേ. ഹോശോ അബുകുലസ്മാ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മഷികാലം വരാൻ എഴുന്നള്ളി വസിക്കുന്ന മേൽപ്പെട്ട സ്ഥാനത്ത് ആയിരിക്കണം. ഭയഭക്തിയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, ഭൂമി, സമുദ്രങ്ങൾ, സ്വർഗീയ പേരിൽപ്പെട്ടിരിക്കുന്ന ആദിയാവന്മാർ, മാലാഖമാർ, പ്രധാന മാലാഖമാർ, ഋഷേൽവാസന്മാർ, ശുദ്ധോരന്മാർ, മൗത്തുവന്മാർ, മോളാവാസന്മാർ, ഹൈലേന്മാർ, അനേകം കണ്ണുകളുള്ള ക്രോവേന്മാർ, കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറഞ്ഞെന്ന് കാദീശ് പാടുന്നവരായ 6 ചിറകുള്ള ശ്രോപ്പന്മാർ തുടങ്ങി ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്ക് മഹത്വപ്പെടുത്താം. മംകദിശിങ്കോ പാവമില്ലാത്തവനായ താൻ പാവികളായ നമ്മൾക്ക് വേണ്ടി മനസ്സോടെ മരണം അനുഭവിക്കുവാൻ തയ്യാറായപ്പോൾ തന്റെ വിശുദ്ധ കൈകളിൽ അപ്പമെടുത്തു സ്തോത്രം ചെയ്ത് വാഴ്ത്തി
ഭക്ഷിപ്പിൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും മുറിക്കപ്പെടുകയും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു ഇത് എന്നരുൾ ചെയ്തു. വലഹായേ സ്തോത്രം ചെയ്ത് വാഴ്ത്തി വിശുദ്ധീകരിച്ച് തന്റെ പരിശുദ്ധ സ്നേഹിതന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങൾ എല്ലാവരും വാങ്ങി പാനം ചെയ്യുവിൻ. നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചെയ്യപ്പെടുന്നതും പാപമോചനത്തിനും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു എന്നരുൾ ചെയ്തു. വലഹായേ സംബന്ധിക്കുമ്പോൾ ഇത് അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും സ്മരിച്ചുകൊള്ളുവീൻ എന്നുള്ള നിർദ്ദേശവും ദാനവർക്കായി നൽകി. ദാമോ നിന്റെ മരണത്തെയും മൂന്നാം ദിവസമുള്ള നിന്റെ പുനരുത്ഥാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തുള്ള നിന്റെ ഇരുപ്പിനെയും വീണ്ടും ഭൂലോകത്തെ നീതിയോടെ ന്യായം വിധിച്ച് ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂലം രക്തരഹിതമായ ഈ ബലിയെ ഞങ്ങൾ നിനക്കണയ്ക്കുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കുകയോ ഞങ്ങളുടെ പാപങ്ങൾക്ക് അനുസരണമായി ഞങ്ങൾക്ക് നീ പ്രതിഫലം നൽകുകയോ ചെയ്യാതെ നിന്റെ മഹാകരുണയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളെ നീ മായിച്ചു കളയണമേ. എന്തെന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശവുമായ ഞങ്ങൾ നിന്നോടും നീ മുഖാന്തരം നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപപൂർവം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്വർഗീയ മഹോദരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വൈകപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീൻ. എന്നോടു നീ ഉത്തരമരുളണമേ.
കർത്താവേ, എന്നോട് നീ ഉത്തരമരുളണമേ. കർത്താവേ, എന്നോട് നീ ഉത്തരമരുളി ചെയ്ത് നല്ലവനേ ഉണ്ടായി അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഇവയാൽ സൽപ്രവൃത്തികളാകുന്ന ഫലങ്ങൾ അവർ പുറപ്പെടുവിക്കണമേ. ഇവ വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതവും അധോലോക ശക്തികൾക്ക് അജയ്യവുമായ സഭയുടെ ഉറപ്പിനായി തീരണമേ. അവസാനം വരെ വേദവിപരീതങ്ങളാകുന്ന വിരുദ്ധതകളിൽ നിന്ന് നിന്റെ സഭയെ നീ രക്ഷിക്കണമേ. നിന്റെ സഭ നിനക്കും നിന്റെ ഏകപുത്രനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും മന്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോവബു ഉലസ്മാ നമ്മുടെ ദുഷ്ടന്മാരായിരുന്നു നാല് ഭാഗങ്ങളുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ നയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തു പോരുന്ന നമ്മുടെ പാത്രസായ രണ്ടാമന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്കാസ്മൃതവിന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരനും സന്നിഹിതനായിരിക്കുന്ന വന്യപിതാവ് ഈസക്കുമാറോസ്താദ്യോസിനു വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണോ. ദുഷ്ട മനുഷ്യരുടെ എല്ലാവിധ എതിർപ്പുകളിൽ നിന്നും പിശാചുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പീഡനത്തിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ മൂലം ഞങ്ങളിൽ വന്നു ചേരുന്ന എല്ലാ ശിക്ഷകളിൽ നിന്നും ഞങ്ങളെ എവിടുന്ന് രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ വിശുദ്ധാത്മാക്കളുടെ ആഴത്തിൽ നീ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്തെന്നാൽ ദൈവമേ, നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും മന്യനും ജീവാദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായി നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിനു വേണ്ടിയും ഈ നാഴിയിൽ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരരും ബലഹീനരുമായ ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരുടെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ സഭയുടെ മക്കളാം വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യ ഐക്യോഭിവൃദ്ധി ഉണ്ടാകുവാനായി
വിശാലതയിൽ അവരുടെ ബലികളെ അവിടുന്ന് സ്വീകരിക്കണമേ. രക്ഷയുടെ ആനന്ദം അവർക്ക് നീ പ്രതിഫലമായി നൽകി നിന്റെ സഹായത്തിന് അവരെ അർഹരാക്കി തീർക്കുകയും നിന്റെ ശക്തി കൊണ്ട് അവരെ ബലപ്പെടുത്തുകയും നിന്റെ സംരക്ഷണം അവരെ ആയുധമായി അണിയിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ കാരുണ്യവാനാകുന്നുവല്ലോ. നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്ന നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. നിന്നിൽ ശരണം പ്രാപിക്കുന്ന എല്ലാവർക്കും നീ രക്ഷിതാവും സഹായിയും ജയം നൽകുന്നവനുമാകുന്നല്ലോ. നിനക്കും നിന്റെ ഏകജാതനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഭൂമിയിലെ സകലാംശങ്ങളിൽ നിന്നും ഭാഗ്യങ്ങൾക്ക് യോഗ്യതയോടും വിശുദ്ധികളോടും മാത്രത്തോടും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ തിരുമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ വന്യന്മാരെയും പ്രസംഗക്കാരെയും സ്ത്രീഹന്മാരെയും ഗേലിയസ്തന്മാരെയും സഹോദരന്മാരെയും മോദിയന്മാരെയും ഭാഗ്യവാനും യജമാനും മുന്നോട്ടുകാരനുമായ ശമാശന്മാരിൽ പ്രധാനിയും സഹോദരന്മാരും മുമ്പനും പരിശുദ്ധനും മോത്തോളവനുമായ മോസ്തേഫാനോസിനെയും സ്ലീഹന്മാരിൽ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽപിതാവായ മോർ തോമസ് സ്ലീഹായെയും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അസാധ്യമായ കാര്യങ്ങൾക്ക് കഴിവുള്ളവനായ കർത്താവേ, സ്വർഗ്ഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരുടെ സംഘങ്ങളോട് ഞങ്ങളെ നീ ചേർക്കണമേ എന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുമുമ്പാകെ അവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീയ ബലിയിൽ ഞങ്ങളോടുകൂടെ അവർ സംബന്ധിക്കുന്നതിനും വേണ്ടി ഞങ്ങൾ അവരെ ഓർക്കുന്നു. അതുമൂലം ജീവനുള്ളവരുടെ സംരക്ഷണവും അരിഷ്ടരായ ഞങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരന്മാരും ഗുരുക്കന്മാരുമായ വിശ്വാസികളായ നിദ്ര പ്രാപിച്ചവർക്ക് ആശ്വാസം ഉണ്ടാകണമേ. ആയിനാവിന്റെയും നിന്റെ ഏകജാതന്റെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്ദിനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായുടെ കൃപയാലും കരുണയാലും സാധിക്കണമേ. ശ്ലൈഹികവും കുറ്റമില്ലാത്തതുമായ ഏകവിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധതയോടെ മുമ്പോട്ട് നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിഖ്യായിലും കുസ്മിനോ പോലീസിലും എഫേസോസിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ 3 പൊതു സുനോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും അൽപാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊർസ്ലേമിന്റെ 1-ാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും ശ്രീഹായും സദായുമായ യാക്കോബും ഇഗ്നാത്തിയോസും ക്ലെമീസും ദിവനാസിയോസും അത്താനാസിയോസും ബെസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ബീലക്സീനോസും അന്തീമോസും യാവാനിയോസും വചനമായ ദൈവം ശരീരിയായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പക്ഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചു.
സത്യവാനുന്നത ഗൗരവമായ പ്രസിദ്ധനായ മോർക്കൂറിലോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവന്റെയും വിവേകമുള്ള വായും തൂണും കൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളെ പാത്രിയർക്കേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തി നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളെ ഭാവമോറയാക്കോ പ്രധാനായി മോറ പ്രേമം മോറയാക്കോ കുമാരസ്വാക്കും മോർ ബാലായി ദുഃഖിതന്മാരിൽ തലവനായ മോർ ഗസ്വമായി മോർ ശമൂൻ ജസ്തുനോയും തെരഞ്ഞെടുക്കപ്പെട്ട മോർ അബുഹായി മോറാൻ മോർ ഇഗ്നാത്യോസ് ഏലിയാസും പാത്രികീസും മോർ ബെസേലിയോസ് പ്രിയാനായി മലങ്കരയിലെ മഹാപരിശുദ്ധൻ മോർ ഗ്രിഗോറിയോസും മോർ ഗ്രിഗോറിയോസ് അബ്ദുൽ ജലീൽ ബാവായി മോർ അസ്താദ്യോസ് ബാബാവായി മോർ അത്താനാസിയോസ് പൗലോസ് ബലിതിരുമേനിയും സെക്രല്ലാം മോർ ബെസേലിയോസ് ബാവായി മോർ കൂറിലോസ് ഇയാക്കീമും മോർ കൂറിലോസ് പൗലോസുമായി ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ വിശ്വാസത്തെ പാലിച്ച ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോട് കൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ജാതിയരുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പാകെ നിന്റെ പരിശുദ്ധ നാമം വഹിച്ചവരായ വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശത്തെ ഞങ്ങളുടെ ആത്മാക്കളിൽ അവിടുന്ന് സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളെ അലട്ടുന്ന വേദവിപരീതങ്ങളെ നീ മായിച്ചു കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസനത്തിന് മുമ്പാകെ കുറ്റം കൂടാതെ നിൽക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർക്കണമേ. എന്തെന്നാൽ നീ വിശുദ്ധനും പരിശുദ്ധന്മാർക്ക് പരിശുദ്ധത നൽകുന്നവനുമാകുന്നുവല്ലോ. നിനക്കും നിന്റെ വിജാതനും സകലത്തിനും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഓശോ സത്യവിശ്വാസത്തെ മുൻപോട്ട് ചില അടുക്കൽ വന്നുയർന്നവരായി ഈ പരിശുദ്ധ മതമായി നിന്നുമേ പള്ളിയിൽ നിന്നുമേ സ്ഥലത്ത് നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അനുഭവികളെയും നിന്റെ അടുക്കിലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ വിശുദ്ധായോട് ധാരാളമായ കടങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെ അവരെ തന്നെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് 3 പ്രാവശ്യം കുറിച്ച് പറയണം. ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും നാഥനായ ദൈവമായ കർത്താവേ, സത്യവിശ്വാസപൂർവ്വം ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞ് പോയിട്ടുള്ള എല്ലാവരെയും അവിടുന്ന് ഓർത്തുകൊള്ളണമേ. അവരുടെ ശരീരങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും നീ ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്ന് അവരെ രക്ഷിച്ചുകൊള്ളണമേ. നിന്റെ മുഖപ്രകാശം പരിലസിക്കുന്നിടത്ത് അവരെ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകളെ മായിക്കണമേ. അവരുടെ ശിക്ഷാവിധിക്ക് നീ തുനിയരുതേ. എന്നാൽ നിന്റെ ഏകപുത്രൻ മാത്രമല്ലാതെ തിരുസന്നിധിയിൽ കുറ്റം തീർന്നവരാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി ഞങ്ങളും അവരും അവനിൽ തന്നെ ശരണപ്പെടുന്നു. ക്ഷമിക്കണമേ.
ഞങ്ങളെ നീ കൂട്ടിച്ചേർക്കണമേ. തന്മൂലം സകലത്താലും ബഹുമാന്യവും വാഴ്ത്തപ്പെട്ടതുമായ തിരുനാമം ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും അന്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായുടെയും നാമങ്ങളോടുകൂടെ സ്തുതിക്കപ്പെട്ട പുകഴ്ത്തപ്പെടുമാറാകണമേ. ഓശോ വബുകുലസ്ബാ സമാധാനമുണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ക്രൂബന്മാരാൽ വാഴ്ത്തപ്പെടുന്നവനും ശ്രോപ്പന്മാരാൽ
ദൂതന്മാരാൽ കാദീശ് പാടപ്പെടുന്നവരും ആയിരങ്ങളും പതിനായിരങ്ങളുമായ വിശേഷ ബുദ്ധിയുള്ള സൈന്യങ്ങളാൽ പുകഴ്ത്തപ്പെടുന്നവരും സുഗന്ധവാസനയായി സമർപ്പിക്കപ്പെടുന്ന കാഴ്ചകളെയും ഫല വഴിപാടുകളെയും ശുദ്ധീകരിച്ച് പരിപൂർണമാക്കുന്നവരുമായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹായുടെ പിതാവായ ദൈവമേ, സ്വർഗസ്ഥ പിതാവായ ദൈവമാകുന്ന നിന്നെ നിർമ്മല ഹൃദയത്തോടും ലജ്ജാരഹിതമായ മുഖത്തോടും കൂടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മാദേഹികളെ അവിടുന്ന് ശുദ്ധീകരിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിച്ചു പറയുന്നു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ദൈവമായ കർത്താവേ, അസഹനീയമായ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുത്. എന്നാലോ പരീക്ഷകൾക്ക് നിവാരണം ഉണ്ടാക്കിക്കൊണ്ട് ദുഷ്ടനിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾ നിനക്കും ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവരുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരണവാനായ നാം തലകുനിക്കണം. പ്രതീക്ഷിച്ചുകൊണ്ട് തിരുമുമ്പാകെ തലകുനിച്ച് നിൽക്കുന്നു. നിന്റെ വാഴുകൾ അയച്ചു നിന്ന് ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മാക്കളെ ശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ രക്ഷിതാവായ മിശിഹായുടെ ജീവൻ നൽകുന്ന രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും വന്യനും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവരുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിലും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയില്ലാത്ത സ്വയംഭൂവും അനാദ്യവും മന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. സൂക്ഷിക്കണം. വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽക
വാഴ്ത്തപ്പെടുന്നു. പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തിരുവേലിയുടെ മൂല്യമേറിയ ഇഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകജാതൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തീർക്കുന്ന ജീവനുള്ള ഏകപരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ തിരുനാമം ആദികാലം മുതൽക്ക് ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. വളരും അവൻ ലബനോന്റെ കാരിൽ
പുഷ്ടികളും പാടുമോ ഞങ്ങളുടെ പുനരുദ്ധാന
വർഗത്തിന് നിത്യമായ പുതുക്കത്തിന് വേണ്ടി പരിപാലിക്കുന്നവരുമായ ദൈവപുത്ര പാപരിഹാരം നൽകുന്നതായി പരിശുദ്ധ യാഗപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസന്മാർക്കായി പാപരിഹാരം ഇറങ്ങുമാറാകണമേ. കർത്താവേ, കാണപ്പെടുവാൻ പാടില്ലാത്ത അവിടുത്തെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ പരിമോചനത്തിനും ഞങ്ങളുടെ കർത്താവും നിത്യദൈവമായുള്ളവേ തിരുമുമ്പാകെയുള്ള മോപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരിശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ. വലിയവനും നമ്മുടെ രക്ഷകനുമായ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ രഹസ്യങ്ങൾ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ നൽകുന്നവരുടെ മേലും ഇതിനെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇതിൽ സംബന്ധിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സംബന്ധിക്കാതിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും നമ്മുടെ മേലും നമ്മളുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ ദൈവമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹാ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ പരിശുദ്ധ ശരീരവും ഞങ്ങൾ പാനം ചെയ്ത പുണ്യമുണ്ടാക്കുന്നതായ നിന്റെ തിരുരക്തവും ഞങ്ങളുടെ ശിക്ഷയ്ക്കോ പ്രതികാര നടപടികൾക്കോ കാരണമായി തീരാതെ എന്നാലോ ഞങ്ങളെല്ലാവരുടെയും ജീവനും രക്ഷയ്ക്കും പര്യാപ്തമായി ഭവിക്കണമേ. ദൈവം തമ്പുരാനേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അവരുടെ ശരണവും ആരോഗ്യേ നിന്നെ കുമ്പിടുമേ ലോകം പാവുകൾ നിന്നാമം പാട്ടും കർത്താവേ, നിന്റെ സ്വർഗീയ വിരുന്നിൽ സംബന്ധിക്കുവാൻ ഞങ്ങളെ അർഹരാക്കി തീർത്ത നിന്റെ മഹാകരുണയെ പ്രതി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ രഹസ്യങ്ങളുടെ അനുഭവം മൂലം ഞങ്ങൾ ശിക്ഷാർഹരായി തീരാതെ നിന്റെ പരിശുദ്ധ റൂഹായോടുള്ള സംബന്ധത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. ആദ്യം മുതലുള്ള സകല പുണ്യവാന്മാരുടെ കൂട്ടത്തിൽ ഓഹരിയും അവകാശവും ഞങ്ങൾ പ്രാപിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും മന്ദിനും ജീവദായനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശവബു കുലസ്മാ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നൽകപ്പെട്ട
ഞങ്ങളുടെ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന വലിയവനും വിസ്മയനീയനുമായ ദൈവം തമ്പുരാനെ, ദയവ് തോന്നി ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ഞങ്ങൾ നിത്യവും നിന്നെയും നിന്റെ കരവരാം പിതാവാം ദൈവത്തെയും സകലത്തിലും പരിശുദ്ധനും ഉത്തമനും മന്ദിരും ജീവദായകനും സാരാംശത്തിൽ നിന്നോടൊന്നായിരിക്കുന്നവനുമായ നിന്റെ റൂഹായെയും സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുമാറാകണമേ. ഓ ശോഭു ഉലസ്മാ മഷിഹാമന്നൻ ജാതം ചെയ്തൊരു ഗുഹദൻ ദ്വാരേ പ്രതിമഷിഹായിൽ പ്രാപിച്ചോരെ പ്രതിബോധുവായി പൊടിയോടു സമാനം നിന്നിഹമണ്ണും ഹീനരുമാം ഞാൻ പരിമളമിയലും പ്രശമന ബലിയെ അർപ്പിച്ചല്ലോ. കഴുകിയിടണമേ കറകളെല്ലാം തിരുസോപ്പായ ഓർത്തിടരുതേ കർത്താവേ നീ ഞങ്ങളുടെ പീഴകൾ. ശോകം നിറയും ലോകനിവാസം വിട്ടുപിരിഞ്ഞോ കേകുകമോദം ശോഭനമാകും ശാശ്വതഗേ. സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ഈ പരിശുദ്ധ യാഗപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും യാത്രാഭക്ഷണങ്ങളോടും കൂടെ ശുദ്ധമുള്ള തൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞാൻ ഫലമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനപൂർവ്വം പോകുകയും ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും ജീവനുള്ളവരോടുകൂടെ മരിച്ചുപോയവരും നമ്മുടെ കർത്താവിന്റെ ജയമുള്ള ശ്രീവായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റോഷ്മയാൽ മുദ്രകുത്തപ്പെട്ടവരുമേ, ഈ തൃത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കും. നിങ്ങൾ ഇന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കൾക്ക് നിത്യദിൻ കൂടാരങ്ങളിൽ വിശ്രമവും ആശ്വാസവും നൽകുകയും ചെയ്യും. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ നിങ്ങളുടെ പ്രാർത്ഥന മൂലം കരുണയും കൃപയും പ്രാപിപ്പാൻ സംഗതിയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനപൂർവ്വം പോകുവിൻ. നാൾതോറുമുള്ള പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കുകയും ചെയ്യുവേ. അവിടുത്തെ പ്രാർത്ഥന ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുവാനാകട്ടെ. Vambara kofiro dab khar se
Masiho, O Morta Maria, Sulto Medalo, Huilo Fai, Hatoe, O Shavab Kulayedon, Wab